ഹായ് ഹലോ എല്ലാവർക്കും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ നോക്കാൻ പോകുന്നത് നമ്മുടെ ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് മ്യൂസിക് സിസ്റ്റമാണ്. ഇത് ബ്രാൻഡ് പറഞ്ഞത് പെരാനി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് വരുന്ന ബ്ലൂടൂത്ത് എന്നതാണ് വാട്ടർ പ്രൂഫാണ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആക്റ്റീവ് മുകളിൽ വണ്ടി ഫിറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ബൈക്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രാക്ഷൻ ഓഫ് വാട്ടർ പ്രൂഫ് MP3 പ്ലെയർ എന്ന് എഴുതിയിരിക്കുന്നത്. വാട്ടർ പ്രൂഫ് മ്യൂസിക് പ്ലെയർ, എൻജോയ് ദ ജേർണി ഓഫ് ദി മ്യൂസിക്. നമ്മൾ ലോങ് റൈഡ് പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ പാട്ടൊക്കെ ഇട്ട് പോകാൻ, നമുക്ക് ആസ്വദിച്ച് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിച്ചേക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ആ ഫ്രണ്ടിന് ഒരു വലിയ ബിഗ് താങ്ക്സ്. നമ്മുടെ സാഗനിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം നമുക്കിതൊന്ന് ഇതിൻ്റെ ഓവറോൾ ലുക്ക് നമുക്ക് നോക്കാം, എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നതെന്നൊക്കെ നോക്കാം. നമുക്കൊന്ന് ഈ സൈഡിൽ നമുക്ക് അതിൻ്റെ കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വന്നേക്കാൻ എനിക്കറിയില്ല. ഇതിൽ റെഡ്, ബ്ലാക്ക്, ഒരു റെയിൻബോ കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 മോഡ് വരുന്നുണ്ട് നമ്മുടെ അതിൻ്റെ യൂണിറ്റിൽ. ഇത് വാട്ടർ പ്രൂഫ് ഡിസൈൻ കൺട്രോൾ പാനലാണ്. സപ്പോർട്ട് TFT കാർഡ്, സപ്പോർട്ട് MP3 പ്ലെയർ, നമ്മൾ ഓൾമോസ്റ്റ് FM ഏരിയ എല്ലാ റെഡിസാനും സപ്പോർട്ടാവും. പിന്നെ നമുക്ക് ഇതിന് ഇപ്പോൾ സൈഡിൽ അവിടെ ഒരു QR കോഡ് വരുന്നുണ്ട്. നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഇതിൻ്റെ വാറണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഇപ്പോൾ സൈഡിലും സെയിം തന്നെയാണ്. നമുക്കപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ പാക്കറ്റ് ഇങ്ങനെ വരുന്നത് അത്യാവശ്യം നല്ല പാക്കറ്റാണ് ചെയ്തേക്കുന്നത് അവർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സാധനം അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് മെലഡി മീഡിയ എന്ന് പറഞ്ഞ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. സെയിം നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ടത് തന്നെ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഇതിൻ്റെ വാറണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വേറെ പ്രത്യേകം ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് വയ്ക്കാം. അടുത്ത നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. നമുക്കിത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. നമുക്കിതിനകത്ത് വേണ്ട സാധനം എടുക്കാം. നമുക്ക് ആദ്യം ഒരു ചെറിയ യൂണിറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ പാനൽ. ഇതാണ് സാധനം. എല്ലാവരും ബ്രാൻഡിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലസ് മൈനസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലേ ബട്ടൺ ഉണ്ട്, നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, നെക്സ്റ്റ് പ്രീവിയസ് ഉണ്ട്. എല്ലാവരും ബ്രാൻഡ് ആയിട്ടുണ്ട്. നമുക്കിപ്പം അഫോർഡബിൾ റേറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണിത്. അതായത് നമുക്ക് ബൈക്കുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ അഫോർഡബിൾ റേറ്റിൽ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണിത്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്യാനുള്ള ചെറിയൊരു മോഡൽ വരുന്നുണ്ട്. നമുക്കിത് ഓൾറെഡി 2 കണക്ഷൻ വരുന്നുണ്ട്. ഇത് 2 നമ്മളെ സ്പീക്കർ കണക്ഷനാണെന്ന് തോന്നുന്നു. ഇത് നമ്മളെ FM-ൻ്റെതാണ്. ഇതിൽ തന്നെ നമുക്ക് ബ്ലാക്കും റെഡ് വരുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആണ്. നമുക്ക് ഡയറക്റ്റ് നല്ല ബാറ്ററി കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിങ്ങോട്ട് വയ്ക്കാം. നമുക്ക് ഇതിനകത്ത് ഇനി വേറെ എന്തുണ്ടോ നോക്കാം. ഓക്കെ, നമുക്ക് വരുന്നത് വേറെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റം കൺട്രോൾ പാനൽ നമ്മൾ വണ്ടി ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ക്രൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ചെറിയ സ്റ്റീൽ പ്ലേറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് മിറർ മൗണ്ടും ചെയ്യാം, അല്ലാതെ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ക്രൂസും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഏറ്റവും മെയിൻ സാധനം, അത്യാവശ്യം വെയിറ്റുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള നമ്മുടെ സ്പീക്കർ. ബ്ലാക്കാണ് സാധനം, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് സാധനം. അതിൽ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമുക്ക് കണക്ടർ വരുന്നുണ്ട്. നമുക്ക് സാധനം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. പുള്ളി വാട്ടർ പ്രൂഫ് എന്നാണ് പറയുന്നത്. നമുക്ക് ഉപയോഗിച്ചതിൻ്റെ ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊരു സ്പീക്കർ. ഇത് നമുക്ക് അടുത്ത സ്പീക്കർ. ഇത് 2 സ്പീക്കർ വരുന്നുണ്ട്. നമുക്ക് സ്പീക്കറിൻ്റെ ഇത് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. നമുക്കിങ്ങനെ ജസ്റ്റ് ഇവിടെ പ്ലഗ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നമ്മൾ വണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ കൊണ്ടുപോകാം. ഓക്കെ, നമ്മുടെ ഈ ബോക്സിൽ വേറെ സാധനം വരുന്നില്ല. നമുക്ക് 2 സ്പീക്കർ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾ പാനൽ വരുന്നുണ്ട്. നമുക്ക് ഈ സ്പീക്കർ 2 ഫിക്സ് ചെയ്യാനുള്ള 2 ക്ലാമ്പും സ്ക്രൂസും വരുന്നുണ്ട്. നമ്മുടെ കൺട്രോൾ പാനൽ നമുക്ക് ഹാൻഡിൽ ബാറിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെയും മൗണ്ട് ചെയ്യാനുള്ള ചെറിയൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ഇത്രയാണ് അത് വരുന്നത്. ഇതിന് റേറ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2000 ബിലോ ആണ് വരുന്നത്. ഇത് നമുക്ക് എനിക്ക് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ സാധനത്തിൻ്റെ പർച്ചേസിങ് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. 2ലും ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ട് വണ്ടി ഫിറ്റ് ചെയ്യാം. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. നമ്മുടെ സ്പീക്കർ നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 കൂടെ ഓൾമോസ്റ്റ് ഒരു അര കിലോയും 1 കിലോയ്ക്ക് അകത്ത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് ഫിറ്റ് ചെയ്യാം. നമുക്ക് നല്ല ഗ്രില്ലിങ് വരുന്നുണ്ട്. ഒരു സ്റ്റാർ ഗ്രില്ലാണ് വരുന്നത്. ഇതിൽ ആംബിയൻസ് ലൈറ്റ് ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. നമുക്കത് ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ വണ്ടി കൊണ്ട് ഫിറ്റ് ചെയ്യാം. അപ്പം
ഞാൻ എൻ്റെ വണ്ടിയിൽ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ സ്പീക്കർ, ഇത് അടുത്തൊരു സ്പീക്കർ. ഇതാണ് എൻ്റെ മെയിൻ യൂണിറ്റ്. ഇതാണ് ഞാൻ മെയിൻ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയായിട്ട് ഇൻസ്റ്റാൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആക്സസ് ഉണ്ടാവും, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ആക്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ ഞാൻ ഇൻസ്റ്റാൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഇവിടെ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കും കേൾക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ ഇവിടെയാണ് വയ്ക്കാൻ കുറച്ചും കൂടെ കംഫർട്ടായി തോന്നിയത്. ഇപ്പോൾ സൈഡിൽ ഇവിടെ ആയിരിക്കും വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് സൈഡിൽ നമുക്ക് ക്ലാമ്പുണ്ട് ഫിറ്റ് ചെയ്യാനുള്ള. നമുക്ക് ക്ലാമ്പെല്ലാം ഇതിൽ കൊണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. നമുക്ക് സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി മെയിൻ വയർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കീ ഓൺ ചെയ്യുമ്പം ഇഗ്നിഷൻ എന്ന് പറഞ്ഞ മെയിൻ വയർ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇതിന് അടിയിൽ കൂടെയൊക്കെ സ്ലീവ് ഇട്ട് ഫ്രണ്ടിൽ കൊണ്ടുവരാം. അപ്പം ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ നമുക്ക് സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നമുക്ക് അതിൻ്റെ യൂണിറ്റ് ഫിറ്റ് ചെയ്യാം. വണ്ടിയിൽ നിങ്ങൾക്ക് ഫ്രണ്ട് കാണാൻ കുറച്ചധികം സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിലേക്ക് കയറി കാണുക. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്കിനി ക്ലാമ്പ് ഫിറ്റ് ചെയ്യാം. ബാക്ക് സൈഡിലായിട്ട് നമുക്കിത് സ്പീക്കർ ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ സ്പീക്കറിൽ ഞാൻ ക്ലാമ്പ് ഫിറ്റ് ചെയ്തു. ഇതാണ് ക്ലാമ്പ്. നമുക്കിനി അടുത്ത സ്പീക്കറിൻ്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ ക്ലാമ്പ് നമുക്ക് ഈ ബോക്സിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാമ്പും അതിനുവേണ്ടി സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ട് ഫിറ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ വണ്ടിയിൽ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്തു. ഒരു സ്പീക്കർ ഇവിടെയും ഒരു സ്പീക്കർ ഇവിടെയും വെച്ചേക്കുന്നത്. ഇതാണ് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വെച്ചതിന് ഉദ്ദേശം നമുക്ക് കേൾക്കാൻ പറ്റുന്ന കണക്കാണ് വെച്ചത്. ഞാൻ ഇങ്ങനെ വെച്ച് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യണം. നമ്മൾ വീഡിയോ കാണാമെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഈ പൊസിഷൻ ചെയ്യുമ്പോൾ അതേ മാറ്റി വയ്ക്കണമെന്ന്. അപ്പോൾ നമുക്കിത് ഇനി നമുക്ക് വയർ കൊടുക്കാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിനകത്ത് തന്നെ വയർ കാര്യം വരുന്നുണ്ട്. ഇതാണ് നമുക്ക് എൻ്റെ സ്പീക്കറുടേതാണ്. നമ്മൾ ആ യൂണിറ്റിൽ ഓൾറെഡി നമുക്ക് അതിൻ്റെ വയറും കാര്യങ്ങൾ വരുന്നുണ്ട്, സ്ലീവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ യൂണിറ്റ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വയർ കൊടുക്കാം. നമുക്കിതിൽ FM സപ്പോർട്ടും ഉണ്ട്. FMൻ്റെ വയറാണ് ഇത്. പിന്നെ നമുക്ക് ന്യൂട്രൽ ഫേസും നമുക്കപ്പം വയർ കണക്ട് ചെയ്യാം. അടുത്ത നമ്മൾ സ്പീക്കറിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സാധനം നമ്മുടെ അതിൻ്റെ മെയിൻ യൂണിറ്റാണ്. ഞാൻ മെയിൻ യൂണിറ്റ് ഇവിടെ ആയിട്ടാണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും ഞാൻ അതിന് ഒരു സെപ്പറേറ്റ് ഒരു സ്വിച്ചും കൂടെ വയ്ക്കുന്നുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ ഇതാക്കി നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഫിറ്റിംഗ് ക്ലാമ്പുകളെല്ലാം അതിൽ കൂടെ തന്നെ തരുന്നുണ്ട്. ക്ലാമ്പും സ്ക്രൂസും എല്ലാം നമുക്കപ്പം വെച്ച് ഫിറ്റ് ചെയ്യാം. ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മെയിൻ യൂണിറ്റ് ഇവിടെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതതിൻ്റെ FMൻ്റെതാണ്. ഇത് നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഈ സ്പീക്കറിൻ്റെ വയറിങ് ഇതിലേക്ക് കൂടെ ടൈ ചെയ്ത് സൈഡൊക്കെ എടുക്കാനുള്ള പ്ലാനിലാണ്. നമുക്ക് ഓൾറെഡി ഇതിനകത്ത് തന്നെ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഇതെടുത്ത് ഇതിൽ പ്ലഗ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കപ്പം പ്ലഗ് ചെയ്യാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് വർക്കാവുമെന്ന്. അങ്ങനെ ഞാൻ സ്പീക്കറിൻ്റെ ഒരൊക്കെ കൊടുത്തു. ഇതും രണ്ട് സ്പീക്കറിൻ്റെത്. ഇത് നമ്മളെ മെയിൻ പവർ വരുന്നതാണ്. തൽക്കാലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഗ്നിഷൻ ഓൺ ചെയ്യാം. നമ്മളുടെ ഇഗ്നിഷൻ ഓൺ ആയിരിക്കുകയാണ്. നമുക്ക് ഇതിൽ തന്നെ ഓൺ ഓഫ് ഒരു ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് വർക്കാവുന്ന പ്രസ് ചെയ്ത് നോക്കാം. നമുക്കത് വർക്കായിരിക്കുകയാണ്. കേട്ടു വിചാരിക്കുന്നു. ഓക്കെ, അപ്പം സംഭവം പവർ ഇതിൽ എടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിൽ നമുക്കൊരു എക്സ്ട്രാ സ്വിച്ച് വയ്ക്കണം. നമുക്ക് ലൈൻസ് എല്ലാം ഒതുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മുടെ ഈ ഒരു ഇതിനകത്ത് നമുക്ക് ലൈറ്റിംഗ് കാര്യം വരുന്നുണ്ട്. നമുക്കിതിൽ FM MP3 എന്ന സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബാക്ക് ഫോട്ടും ഫോർവേഡും ഫ്രണ്ട് വേർഡും വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പവർ ഓണും ഓഫും ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് പൗസും പ്ലേയും വരുന്നുണ്ട്. അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ആക്സസ് ആയിരിക്കും ഈ സൈഡിൽ വയ്ക്കുമ്പോൾ. അതാണ് ഞാൻ ഈ സൈഡിൽ തന്നെ വെച്ചത്. നമുക്ക് വേണമെങ്കിൽ കൈ മാറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് ബാക്കിയൊക്കെ ഒന്ന് കറക്റ്റ് ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷൻ ഏകദേശം തീരാറായി. നമ്മുടെ മ്യൂസിക് സിസ്റ്റം മെയിൻ യൂണിറ്റ് ഇവിടെ വെച്ചേക്കുന്നത്. രണ്ട് സ്പീക്കർ ഇവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ കേബിൾസ് നമ്മൾ ടൈ ചെയ്ത് അടിയിൽ കൂടെ നമ്മൾ സ്മൂത്തായിട്ട് നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്തുള്ള കേബിൾസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് എക്സ്ട്രാ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സേഫ്റ്റിക്ക് വെച്ചതാണ്. അത് നമ്മൾ ഇതിൽ എക്സ്ട്രാ നമ്മൾ ഫ്യൂസും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ വയറിൽ നമ്മൾ ഫ്യൂസും വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മൾ അതിൻ്റെ കീ ഓൺ ചെയ്യാം. കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ ഇതിൽ പവർ വരേണ്ടതാണ്. പക്ഷേ പവർ വരില്ല. നമുക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് പവർ വരുള്ളൂ. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് റീഡിങ് ഒരു മെസ്സേജ് കാണിക്കും. നമ്മൾ ബ്ലൂടൂത്ത് റീഡ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് റീഡിങ് കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫോൺ ഒന്നിലേക്ക് പെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാനിപ്പം പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂട്യൂബ് കോപ്പറേറ്റ് ഇല്ലാത്ത ചെറിയ മ്യൂസിക്കാണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ലോങ് വീഡിയോസ് വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഫോണൊന്ന് പെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കതൊന്ന് കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാം ഒരു സോങ്. നമ്മുടെ ഫോണിൽ നമ്മൾ പാട്ടിടുകയാണ്. നമ്മൾ ഈ 2 സ്പീക്കർ സൗണ്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇതിന് സൗണ്ട് കൂട്ടിയ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല, സൂപ്പർ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. നമുക്കിതിൽ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഓഫ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് മ്യൂസിക്കിന് സൗണ്ട് കൂട്ടാൻ കുറയ്ക്കാൻ ഓപ്ഷൻ വരുന്നത്, പ്രീവിയസ് നെക്സ്റ്റ് അടിക്കൽ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് പവർ ബട്ടൺ നമ്മളിൽ ഞാൻ എക്സ്ട്രാ സ്വിച്ച് ചെയ്യാൻ വേറെ ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റിൽ കറണ്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് ബാറ്ററി ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ സേഫ്റ്റിക്ക് വെച്ചേക്കാണ്. നമ്മുടെ ഈ ഒരു യൂണിറ്റും നമ്മുടെ ഈ 2 യൂണിറ്റും ഫുള്ളി വാട്ടർ പ്രൂഫ് എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ അപ്ഡേഷനും ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു സാധനം എനിക്കൊരാൾ സ്പോൺസർ ചെയ്തതാണ്. ആ ആളിനെ ഒരിക്കൽ കൂടെ ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധനം പർച്ചേസ് താല്പര്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സാധനം അവൈലബിൾ ആണ്, ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൽ സ്വിച്ചോ ഇല്ല, സ്വിച്ച് നിങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആണെങ്കിൽ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ.